Hello plus 2 മക്കളെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ നീറ്റും കീമും പരീക്ഷ നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് എഴുതണോ, ഓൾസോ ഏതെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് എക്സാമിനറിന് മാത്രമല്ല ഏതെങ്കിലും ഒരു ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സിൽ എന്തൊക്കെയാണ് കിട്ടാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, വളരെ നിഷ്പക്ഷമായിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഓക്കെ, റെഡി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. മിക്ക ക്രാഷ് കോഴ്സിൻ്റെ ടൈം ലൈൻസ് ഇതായിരിക്കും. നിങ്ങൾ +2 ആസ്പിരൻ്റ് ആണ്, ഇതായിരിക്കും ക്രാഷ് കോഴ്സിൻ്റെ ടൈം ലൈൻസ് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും. നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിൽ ഓബ്വിയസ്ലി നേരത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ +2 പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. April 1 സ്റ്റാർട്ട് ചെയ്യുക. April 1 നിങ്ങൾക്ക് ആപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനീഷ്യേഷൻ ഉണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് April 2 ഓറിയൻറ്റേഷൻ, April 3 മുതൽ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. May 1 നമ്മൾ ക്ലാസ്സസ് എൻഡ് ചെയ്യും. കീമിനാകുമ്പോൾ വീണ്ടും സെയിം ടൈം ലൈൻ ആയിരിക്കും, പക്ഷേ എൻഡ് ചെയ്യാൻ പോകുന്നത് May 10 കാരണം നമുക്ക് എന്താണ് നീറ്റ് എക്സാം ഒക്കെ May 7 വരുന്നത്, കുറേ സമയമില്ല. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു മനസ്സിലൊരു കണക്ക് ഉണ്ടാക്കണമെങ്കിൽ 30 ഡേയ്സ് ആയിരിക്കും രണ്ടിനും. ചെറിയ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ 30 ഡേയ്സ് ആയിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് ക്രാഷ് കോഴ്സ് നടത്താനുള്ള സമയം. അത്രയും ടൈം ലൈനെ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേപോലെ ആയിരിക്കും. നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേപോലെ ആയിരിക്കും നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ +2 ഓക്കെ, ആ കാര്യം മനസ്സിലായി. ഇനി നെക്സ്റ്റ്, നിങ്ങൾ കുറേ പേര് ആലോചിക്കുന്നുണ്ടാവും, സാർ ഈ ക്രാഷ് കോഴ്സിലൊക്കെ പങ്കെടുത്താൽ എനിക്ക് നീറ്റ് റാങ്ക് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ കീമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, നല്ല റാങ്ക് വാങ്ങാൻ പറ്റുമോ, നല്ല മെഡിക്കൽ കോളേജിലൊക്കെ കയറാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറ്റും എന്നാണ്, അതേസമയം പറ്റില്ല എന്നാണ്. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് മക്കളെ, ഓരോ ആൾക്കാരും ഓരോ ലെവലിലാണ് ഓൾറെഡി ഉള്ളത്. നിങ്ങളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യമെല്ലാം പറയുന്നത്, നിങ്ങൾ +2 സിലബസും +1 സിലബസും നിങ്ങൾ പഠിച്ചത് വെച്ച് തന്നെ എല്ലാവരും ഒരേപോലെയാണോ +1 +2 പഠിച്ചത്? അല്ല, ചിലർ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ചിലർ അത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ല, കോൺസെപ്റ്റ്സ് ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. അപ്പം നന്നായിട്ട് പഠിച്ച കുട്ടിയെ വെച്ച് നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്ത് നോക്കാം, അത്യാവശ്യം നീറ്റിൻ്റെ ഓൾറെഡി കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എന്നാൽ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഉഴപ്പിയൊക്കെ നടന്നു ഒരു ആവറേജ് കുട്ടി, അല്ല ആവറേജ് ബിലോ ആവറേജ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം കൊണ്ട് നീറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 500, 600, 1000 താഴെയൊന്നും കിട്ടൽ റിയലിസ്റ്റിക് അല്ല. ഓക്കെ, പോസിബിൾ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അത് പറയാനുള്ള അധികാരം എനിക്കില്ല. പക്ഷേ റിയലിസ്റ്റിക് ആണോ? റിയലിസ്റ്റിക് അല്ല. അപ്പോൾ എന്താണ് സാർ റിയലിസ്റ്റിക്? അത് ഞാൻ മാക്സിമം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറണ്ട് ലെവലിനെ ഡിപ്പെൻഡ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നീറ്റ് എക്സാമോ കീം എക്സാം വരുമ്പോൾ. ഞാൻ നീറ്റ് എന്ന് പറയും കൂടുതൽ, പക്ഷേ കീമിനും സെയിം കാര്യം ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സ്കോറും ഞാൻ നീറ്റിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ ഇതേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കീമിന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി. അപ്പം 30 ദിവസം കഴിഞ്ഞിട്ട് ആക്ച്വൽ നീറ്റ് എക്സാം എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഒരു ആവറേജ് ഒരു നമ്പേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ ഒരു 720 സ്കോറിൽ ഒരു 500 600 കിട്ടാൻ, 500 to 600 കിട്ടാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ അത് 670 മുകളിലേക്ക് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിനറിന് മാത്രമല്ല മിക്ക ക്രാഷ് കോഴ്സിലുണ്ടാവും. എക്സാമിനർ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ മിക്ക ക്രാഷ് കോഴ്സിലും ഈ ഒരു സംഭവം നല്ല ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ഇത് നടക്കാൻ സാധ്യത 30 ദിവസം കൊണ്ട്. പക്ഷേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് 550 വാങ്ങുന്നതിനെ പിടിച്ചിട്ട് 710 ആക്കുക എന്ന് പറഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല. ഓക്കെ, അത് 710 720 അടുത്തൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ എന്താണ് ഓൾറെഡി എന്താണ് ഇപ്പം തന്നെ എന്താണ് 660 680 വാങ്ങുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് റിയലിസ്റ്റിക് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ 450 to 500 ആണെങ്കിലോ നിങ്ങളുടെ ലെവലെങ്കിൽ നിങ്ങൾക്ക് ഒരു 580 വാങ്ങാൻ പറ്റും. ഒരു 350 to 450 ആണ് നിങ്ങളുടെ ലെവലെങ്കിൽ ഒരു 550 അടുത്തൊക്കെ എത്താൻ പറ്റും, അല്ല അതിൻ്റെ മുകളിൽ ജസ്റ്റ് മുകളിൽ പോകാൻ പറ്റും. 250 to 350 നിങ്ങളുടെ ലെവലെങ്കിൽ ഒരു 500+, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് 500+ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ബിലോ 200 ആണ് നിങ്ങളുടെ ലെവലെങ്കിൽ നിങ്ങൾക്ക് ഒരു 450+ ഒക്കെ തീർച്ചയായും വാങ്ങാം. അതിൻ്റെ അർത്ഥം എന്തല്ല, 450 സാർ 450 പറ്റുള്ളൂ, എനിക്ക് 500 വാങ്ങാൻ പറ്റില്ലേ എന്നല്ല. അതും ഓരോ ആൾക്കാരുടെ ലെവലിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഒരു റിയലിസ്റ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 450+ ആണ്. 480, 490, 500 ഒക്കെ എത്തിക്കാം. പക്ഷെ 150 ഇപ്പം വാങ്ങാൻ പ്ലാനുള്ള അത്രയും നിങ്ങളുടെ ലെവലുള്ളെങ്കിൽ അത് 650 ആക്കാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, കാരണം 98 ചാപ്റ്ററാണ് നീറ്റിൽ പഠിക്കാനുള്ള +1 +2 ചേർത്ത്. ആ 98 ചാപ്റ്റർ നിങ്ങൾ മാസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് 680 ഒക്കെ എത്താൻ പറ്റുള്ളൂ. അത് 30 ദിവസം കൊണ്ട് പറ്റുന്ന റിയലിസ്റ്റിക് അസംഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, ഇത് പോസിബിളാണ്. ഇതല്ലാണ്ടുള്ള ഭയങ്കര വലിയ കാര്യങ്ങൾ പോസിബിൾ ആണോ? അല്ല.
അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നിങ്ങളുടെ ലെവൽ എന്താണ്? ലെറ്റ്സ് സേ 350 to 450 ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ 250 to 350 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 500+ കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് എന്താണ് നല്ല അടിപൊളി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും? ഇല്ല, കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് 500+ സ്കോർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഒരു വർഷം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ആ 500+ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓബ്വിയസ്ലി 650+ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ കാറ്റഗറിയിലൊക്കെയാണ് ഈ വർഷം തന്നെ നിങ്ങൾക്ക് അടിപൊളി കോളേജിൽ അഡ്മിഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആക്ച്വൽ റിയാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഏത് ക്രാഷ് കോഴ്സിനും ഇതായിരിക്കും റിയാലിറ്റി. പ്രത്യേകിച്ച് 1 month 30 days ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ഇതായിരിക്കും റിയാലിറ്റി. എക്സാമിനറിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സാർ ഈ കറണ്ട് ലെവൽ എങ്ങനെ എനിക്ക് മനസ്സിലാക്കുക? അതിന് ഏറ്റവും സിമ്പിൾ വഴി ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ 2022 നീറ്റ് പേപ്പർ എടുക്കുക, ഒന്നും നോക്കാണ്ട് ജസ്റ്റ് വേണേൽ ഒന്നിലേക്ക് റിവൈസ് ഒക്കെ ചെയ്യാം, നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ +1 നിങ്ങൾ ഒഴിവാക്കിയിട്ട് +2 മാത്രം വെച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട്, ഇപ്പം ആലോചിച്ച് നോക്കി നോക്കുക, നിങ്ങൾ +2 മാത്രം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 360 എല്ലാം വരും. ഓക്കെ, 360ൽ നിങ്ങൾ എത്ര സ്കോർ കിട്ടും എന്ന് നോക്കുക. +2 മാത്രം നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് മാത്രം. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ലെവൽ. മനസ്സിലായില്ല? ആ പെർസെൻറ്റേജ് ആക്കിയാൽ മതി. പിന്നീട് ഇതിനൊക്കെ പെർസെൻറ്റേജ് ആക്കാൻ പറ്റുമല്ലോ, അതാക്കിയിട്ട് അതായിരിക്കും നിങ്ങളുടെ ലെവൽ. മനസ്സിലായില്ലേ? അപ്പോൾ കറണ്ട് ലെവൽ ഇട്ടാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ നീറ്റ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷമാണെന്നില്ല, അതിൻ്റെ 9 വർഷമാണെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഓൺലൈൻ കിട്ടും, അറ്റംപ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് +2 എങ്കിലും അറ്റംപ്റ്റ് ചെയ്യുക. കാരണം +1 നിങ്ങൾക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാമെങ്കിൽ, പക്ഷേ ഫോർമലി ഒന്നും അറിയാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ +2 നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അത് സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലെവൽ എന്താണ്. മനസ്സിലാവുന്നുണ്ടോ? ശരി, അപ്പോൾ ആ ലെവൽ കണ്ടുപിടിക്കുക. അത് ഏറ്റവും നല്ലൊരു പരിപാടിയായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, നിങ്ങൾ സീരിയസ് ആണ് നിങ്ങൾ ചെയ്യുക. ഇനി സാർ എന്തിനാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ ക്രാഷ് കോഴ്സ് എടുക്കേണ്ടത്? സാറ് പറഞ്ഞു ഇപ്പോൾ എന്താണ് ഇത്രയും മാർക്ക് ഇപ്പോൾ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ, 650 പറ്റില്ല. അപ്പോൾ എനിക്ക് നീറ്റിൽ നല്ല കോളേജിൽ, കീമിൽ നല്ല കോളേജിൽ ഈ വർഷം തന്നെ അഡ്മിഷൻ കിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ ഈ ക്രാഷ് കോഴ്സിൽ എക്സാമിനറിൻ്റെയോ ഏതെങ്കിലും ക്രാഷ് കോഴ്സിൽ എന്തിനാണ് ഞാൻ വെറുതെ പങ്കെടുക്കുക? എന്തായാലും എനിക്ക് കിട്ടില്ല. അപ്പോൾ നേരെ ഞാൻ പോയി റിപ്പീറ്റ് ചെയ്താൽ പോലെ. അത് മണ്ടത്തരായിരിക്കും. കാരണം ഇതെല്ലാവർക്കും പോസിബിൾ ആണോ? അല്ല. 230 to 350 ഇപ്പോഴുള്ള ലെവലുണ്ടെങ്കിൽ 30 ദിവസം പഠിച്ചാൽ എല്ലാവർക്കും 500-ന് മുകളിലെത്തുമോ? ഇല്ല. വീണ്ടും ഒരു പകുതി ആൾക്കാർക്ക് 500-ന് മുകളിലെത്തും, പകുതി ആൾക്കാർക്ക് അത്രയും എത്തില്ല. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ, അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ചാൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഇതാണ്. അതായത് നിങ്ങൾ ചിലപ്പം 230, 350 റേഞ്ചിലാണ് ഇപ്പം, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ 550, 560 ഈ 30 ദിവസം കൊണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 680-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും പോസിറ്റീവ് സാധനം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം. നേരെ മറിച്ച് നേരെ തിരിച്ചും സത്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 230 to 350 ഇപ്പോഴത്തെ റേഞ്ചിങ്, നിങ്ങൾക്ക് 400 ഒക്കെ ഇമ്പ്രൂവ്, നിങ്ങൾ എത്ര പഠിച്ചിട്ടും 400 ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടി വരും, നിങ്ങൾക്ക് ശരിക്കും താല്പര്യം ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ എക്സാം സീരിയസ് ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടി കാരണങ്ങളുണ്ടാകും, മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, പക്ഷേ എന്തിനാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങളുടെ ലെവൽ എന്താണ്, എത്ര ലെവലിലേക്ക് നിങ്ങൾക്ക് കൂടാൻ പറ്റും, അതിന് ചിലപ്പോൾ അതിനേക്കാളും എത്രയോ ലെവലിൽ നിങ്ങൾക്ക് ആക്ച്വലി കൂടാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് ഈ വർഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നന്നായിട്ട് പഠിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഈ വർഷം നീറ്റ് ക്രാക്ക് ചെയ്യാൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കീം ക്രാക്ക് ചെയ്യാൻ തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി എന്തിനാണ് നിങ്ങൾ ശരിക്കും ഒരു ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത്, അല്ലെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം വിട്, എന്തിന് നിങ്ങൾ ഈ വർഷത്തെ എക്സാം സീരിയസ് ആയിട്ട് എടുക്കണം? അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, എന്തിന് നമ്മൾ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ 30 ദിവസം കഷ്ടപ്പെട്ട് പഠിക്കണം എന്നിട്ട് എക്സാം എഴുതണം കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പല കാര്യങ്ങളുണ്ട്. ഇഫ് യു ആർ ഓൾറെഡി വെരി ഗുഡ്, നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് നിങ്ങൾ ആ മുകളിൽ വരുന്ന ലെവലിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ക്രാക്ക് ചെയ്യാൻ തന്നെ നോക്കണം. എന്തിനാണ് വെറുതെ ഒരു വർഷം വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ്, ഇഫ് യു ആർ നോട്ട് വെരി ഗുഡ് ബട്ട് സീരിയസ്, നിങ്ങൾ അത്രയും അടിപൊളിയൊന്നുമല്ല, നിങ്ങൾ ഇവിടെ വല്ല വീഴാണ്, ഇവിടെയൊക്കെയാണ് നിങ്ങൾ വീഴുന്നെങ്കിൽ, പക്ഷേ നിങ്ങൾ സീരിയസ് ആണ്, എനിക്കെന്താണ് നല്ലൊരു ഡോക്ടറാണ്, എനിക്ക് എഞ്ചിനീയറിംഗ് തന്നെയാണ് വേണ്ടത്, എനിക്ക് കീം എഴുതിയിട്ട് കേരളത്തിൽ തന്നെ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സീരിയസ് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഉഴപ്പി തമാശ കളിച്ച് കിടന്നാൽ കാര്യം നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കും, ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും കോളേജിലായി പോകും, നിങ്ങൾ വെറുതെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം വേസ്റ്റ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇഫ് യു ഡോണ്ട് നോ ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടാവും, സാർ എനിക്ക് അറിയില്ല എൻ്റെ ലെവൽ എന്താണ്, ഞാൻ ഇങ്ങനത്തെ എൻട്രൻസ് എക്സാം ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല ഇതിൻ്റെ പരിപാടി എന്താണെന്ന്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ പരിപാടിക്ക് പറ്റുമോ, ഈ എൻട്രൻസ് എക്സാമൊക്കെ പറ്റുമോ, നിങ്ങൾക്ക് അതിനൊക്കെ ഇത്രയും സമയം ഇരുന്നിട്ട് ഈ 30 ദിവസം എക്സാമിനർ ക്രാഷ് കോഴ്സിൽ ഓരോ ദിവസം 7 മണിക്കൂറും 8 മണിക്കൂറോളൊക്കെ ക്ലാസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ മിനിമം നിങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ പറ്റായികയാണോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പറ്റുമോ? ഈ എൻട്രൻസ് എക്സാമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ MCQ ലെവലിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഗ്രാസ്പ് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ 30 ദിവസം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ പോയി റിപ്പീറ്റ് ചെയ്ത് അതിനിടയിൽ വെച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ കണ്ടുപിടിക്കുകയാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. ഈ 30 ദിവസം തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കാം, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു ചാലഞ്ച്. ചിലവർക്ക് എന്താണ്, ഞാനൊക്കെ കാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് ചലഞ്ചായിരുന്നു. ഓരോ മോക്ക് എക്സാം എഴുതുന്നു, സ്കോർ കുറയുന്നു, പക്ഷേ അടുത്ത പ്രാവശ്യം സ്കോർ കൂടുന്നു, റാങ്ക് കൂടുന്നു, ഒക്കെ ഒരു ത്രില്ലായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ത്രില്ലായിരിക്കും. ത്രില്ലാണ് നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണത്. ഓക്കെ, അത് കണ്ടുപിടിക്കുക. ഇഫ് യു ഡോണ്ട് നോ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. ഈ ചിലവരുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ. സാർ +2 കഴിഞ്ഞു, ഒരു ഐഡിയ ഇല്ല. ഡിഗ്രിക്ക് പോകാൻ പലരും പറയുന്നു, ചിലർ പറയുന്നു പുറത്ത് പോകാൻ പറയുന്നു, ചിലർ പറയുന്നു ഡോക്ടറും നീറ്റാണ് നല്ലത്, എഞ്ചിനീയറിംഗ് ആണ് സേഫ്. ഒന്നും എനിക്ക് അറിയില്ല സാർ. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് എഴുതുക എന്നുള്ള കാര്യമാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കീമിൻ്റെ റാങ്കും നീറ്റിൻ്റെ റാങ്കൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആഗ്രഹം ഡോക്ടർ ആവാനാണോ എഞ്ചിനീയർ ആണോ, അതൊന്നുമല്ല, വേറെ എന്തെങ്കിലും എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ ഒരു സമയം, ഒരു ബഫർ കിട്ടും. ഇനിയിപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അവസാനം എന്താണ്, എനിക്കെന്താണ് എഞ്ചിനീയറിംഗ് തന്നെയാണ് എനിക്ക് ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴത്തേക്കും നിങ്ങൾ കീം എക്സാമിന് പ്രിപ്പയർഡ് ആവുകയും ചെയ്യും. അല്ലാണ്ട് നിങ്ങൾ വെറുതെ 3 മാസം അല്ല 2 മാസം +2 കഴിഞ്ഞിട്ട് ഇന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ. ഇതിന് അവസാനം 2 മാസം കഴിയുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എന്നാൽ പിന്നെ എഞ്ചിനീയറിംഗ് പോകാം, വേറെ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അല്ലേ, എല്ലാവർക്കും ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഭയങ്കര പാഷനൊക്കെ ഉണ്ടാവും, അതൊന്നും റിയലിസ്റ്റിക് അല്ല. ഓക്കെ, ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവസാനം എഞ്ചിനീയറിംഗ് ചെയ്യാം, പിന്നെ കണ്ടുപിടിക്കാമല്ലോ എത്ര പേരുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട്, എത്രയോ ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്, എത്രയോ ആൾക്കാരുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് പിന്നീട് അവർ ഫീൽഡ് തിരിഞ്ഞ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ പക്ഷേ അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിൽ ആ 2 മാസം വെറുതെ നിങ്ങൾ ഇരുന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് ഭയങ്കര ഫീസ് കൊടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് 2 മാസം അല്ല 1 മാസം 1.5 സമയമുള്ളൂ. ആ സമയം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് ഈ വർഷം തന്നെ ഒരു നല്ലൊരു കോളേജിൽ കയറാം. ഓക്കെ, അല്ല നീറ്റിനാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ ഉണ്ടാക്കുക, മാക്സിമം തലയിൽ വിവരം കയറ്റുക, എന്നിട്ട് ബാക്കി റിപ്പീറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പം ഒന്നും അറിയില്ലെങ്കിൽ നല്ലൊരു ഐഡിയ ആയിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആ 1 മാസത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്കിതെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത്രയല്ലേ പോവുള്ളൂ, അത്രയും സമയം അല്ലേ പോവുള്ളൂ, വേറെ നഷ്ടമൊന്നുമില്ല, വലിയ നഷ്ടമൊന്നുമില്ല. ഓക്കെ, ആ ഒരു ഐഡിയയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ഇഫ് യു ആർ പ്ലാനിങ് ഓൺ ജസ്റ്റ് റിപ്പീറ്റിംഗ്. ചിലവരുണ്ടാവും, സാർ എനിക്കിതൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്യും, നേരെ റിപ്പീറ്റ് ചെയ്യും. എന്തിനാ വെറുതെ ക്രാഷ് കോഴ്സിനൊക്കെ പഠിച്ച സമയം വെച്ച് നേരെ റിപ്പീറ്റ് ചെയ്യും. മണ്ടത്തരം ഓൺ മെനി ഡിഫറെൻറ്റ് ലെവൽസ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ കുറേ കാരണങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും മണ്ടത്തരം. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒരു വർഷം, നിങ്ങൾ ഒരു വർഷം മാത്രമല്ല, ചിലവർ 2-3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം, നിങ്ങൾ വേസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേസ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ. ഓക്കെ, എല്ലാവരും ഒരേപോലെ ഇൻട്രസ്റ്റിലല്ല ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ പോകുന്നത്. ചിലവർക്ക് വളരെ പാഷനേറ്റ് ആയിരിക്കും, ചിലർ വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും, ചിലർ അത്രയും ആയിരിക്കില്ല. നിങ്ങൾ അത്രയും അല്ലാത്ത ആളാണ്, നിങ്ങൾ 2 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിനോടും ഈ പ്രൊഫഷനോടും തന്നെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ പരീക്ഷ ഒന്ന് സീരിയസ് ആയിട്ട് എഴുതി നോക്ക്. കാരണം ഡോക്ടർ ആവാനുള്ള ആഗ്രഹം പോലെ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്, അല്ലാണ്ട് ഡോക്ടർ ആവാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ക്രാക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു വഴിയുമില്ല നല്ലൊരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സിസ്റ്റം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പരിപാടി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള കാര്യം നോക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാഹചര്യമാണത്, ഏറ്റവും ബെസ്റ്റ് അവസരമാണത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി സാർ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ എന്നാൽ പിന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, എക്സാമിനറിനെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്നിട്ട് നിങ്ങളത് കേൾക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിനറിൽ ജോയിൻ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, എക്സാമിനറിൻ്റെ നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് 1800 രൂപയാണ്, ഈ കംപ്ലീറ്റ് 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഫീസ്. ഓക്കെ, അതിലെന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും, എക്സാമിനറിൻ്റെ ഫസ്റ്റ് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. അതിൽ കംപ്ലീറ്റ് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ഉണ്ടാവും, +1 +2ൻ്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അത് തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് വെച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മിനിമം സ്കോർ കിട്ടും. കാരണം മിക്ക നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും JEE പോലെയൊന്നുമല്ല, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പഠിച്ചാൽ തന്നെ കുറേ മാർക്കുണ്ട്. പക്ഷേ അത് വെച്ച് മാത്രം പഠിക്കാൻ പറ്റില്ല റിയലിസ്റ്റിക്കലി, പക്ഷേ അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ
നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ തരുന്ന ടെസ്റ്റുകളും ഈ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ബുക്ക് വാങ്ങിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല, കുറേ പേര് ചെയ്യുന്ന പോലെ. ഇനി ക്ലാസ്സിൽ എന്തൊക്കെയാണ് സാർ ഫീച്ചേഴ്സ് കിട്ടാൻ പോകുന്നത്? മക്കളെ, ഇത് നീറ്റ് ഡ്രോപ്പേഴ്സിനും +2 സ്റ്റുഡൻസിനുമാണ്. ഡെയിലി നിങ്ങൾക്ക് 7 to 8 hours ക്ലാസ്സസ് ഉണ്ടാവും. ചില ദിവസം 6 hours ഉണ്ടാവും, ചില ദിവസം 8 hours ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. ഓരോ വീക്കിലി ഓരോ മോഡ്യൂൾസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ് ഉണ്ടാവും. അതിന് ടെസ്റ്റ് ഉണ്ടാവും. ഓരോ ക്ലാസ്സിനും PDF നോട്ട്സ് കിട്ടും. അതുകൂടാതെ നീറ്റ് പാറ്റേൺ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നമ്മൾ വെക്കുന്നതായിരിക്കും ആൾട്ടർനേറ്റ് വീക്സിൽ. പിന്നെ അവസാനത്തേക്ക് കംപ്ലീറ്റ് ടെസ്റ്റുകളായിരിക്കും. നമ്മൾ 1st Aprilലാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ 3rd Aprilലാണ്. 1st April ആപ്പിൻ്റെ ഇനീഷ്യേഷനും നിങ്ങൾക്ക് ആപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. 2nd April നമ്മൾ ഓറിയൻറ്റേഷൻ വെക്കും, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 3rd Aprilലായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 1st May നമ്മൾ ക്ലാസ് നിർത്തും. അതിനുശേഷം only എക്സാംസ്. ഓക്കെ, എക്സാംസ് മാത്രം, എക്സാംസ് മാത്രമേ ഉണ്ടാവുള്ളൂ നീറ്റ് ലെവൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം കിട്ടാൻ പോകുന്ന 1800 രൂപ ഫീസാണ്. കംപ്ലീറ്റ് സിലബസ് +1 +2 നമ്മൾ കവർ ചെയ്യും. എന്ത് രീതിയിലായിരിക്കും സാർ കവർ ചെയ്യുക? മക്കളെ ആലോചിച്ച് നോക്കണം. +1 +2 98 ചാപ്റ്ററാണ്. 98 ചാപ്റ്റർ പോട്ടെ, ഒരു 98 ചാപ്റ്ററിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 100 ആക്കാം. 100 ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് തരികയാണ് 3 മണിക്കൂർ വീതം തരികയാണെങ്കിൽ, അല്ലെ മിനിമം ഒരു 3 മണിക്കൂർ വീതം തരികയാണെങ്കിൽ, അല്ലെ 3-4 മണിക്കൂർ വരുന്നതാണെങ്കിൽ അത് 300ഓളം മണിക്കൂർ മിനിമം ഉണ്ടോ? 300ഓളം മണിക്കൂർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കുള്ളത് എത്രയാണ്? 30 ദിവസം. 30 ദിവസം 300 മണിക്കൂർ, 10 മണിക്കൂർ പെർ ഡേ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല, ദിസ് ഇസ് നോട്ട് പോസിബിൾ. 10 മണിക്കൂർ പഠിക്കാൻ സാധിക്കും, പക്ഷേ 10 മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ട് പിന്നെയും പഠിക്കാൻ സാധിക്കുമോ? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും 3 മണിക്കൂർ വീതമുള്ള പരിപാടി ഈ വർഷം നടക്കില്ല. കഴിഞ്ഞ വർഷം നടക്കുമായിരുന്നു, കാരണം കഴിഞ്ഞ വർഷം കുറേ സമയം ഉണ്ടായിരുന്നു. നീറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് ഈ വർഷം നടക്കില്ല. സോ നമ്മൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബയോളജീൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ സിംഗിൾ ചാപ്റ്റേഴ്സ് ആയിട്ട് കിട്ടും. കാരണം ബയോളജിയിൽ വെയിറ്റേജ് ഡബിളാണ് ഫിസിക്സിൻ്റെ കെമിസ്ട്രീൻ്റെ. സോ ബയോളജിയിൽ ഓരോരോ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3 hours വീതം, അല്ലെങ്കിൽ 3 to 4 hours വീതം അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്രാഷ് രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. മെക്കാനിക്സ് 1 എല്ലാ ചാപ്റ്റേഴ്സും കൂടി എടുക്കും. നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ സ്ട്രേറ്റ് ലൈൻ, മോഷൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷനൊക്കെ മെക്കാനിക്സ് 1 ആണ്. അതുപോലെ മെക്കാനിക്സ് 2 ഉണ്ടാവും. മെക്കാനിക്സ് 2ലേക്ക് റൊട്ടേഷൻ വരാൻ പോകുന്നത്, അതുപോലെ ഫ്ലൂയിഡ്സ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ മെക്കാനിക്സ് 2 ആണ്. പിന്നെ ഓസിലേഷൻ വേവ്സ്. അപ്പോൾ ഇങ്ങനെ മോഡ്യൂൾസ് ഒക്കെ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ +2ലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം 1 ഉണ്ടാവും, പിന്നെ 2 ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഒപ്റ്റിക്സ് ഉണ്ടാവും, മോഡേൺ ഫിസിക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് ഓരോ മൊഡ്യൂളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, റിവിഷൻ ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റൻസ് ഉണ്ടാവും. ആ രീതിയിൽ പഠിച്ചാലേ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഓരോ ചാപ്റ്ററിനെയും 3-4 മണിക്കൂർ സാധനം കണ്ടന്റ് തന്നാൽ ഞങ്ങൾക്ക് തരാം, പരിപാടി എളുപ്പമാണ്, പക്ഷേ നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫിസിക്സും അതുപോലെ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ മൊഡ്യൂളാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, ബോത്ത് ഫോർ നീറ്റ് ആൻഡ് കീം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് +1 +2 98 ചാപ്റ്റർ ആയിരിക്കും നമ്മൾ തീർക്കുക. കീമിൻ്റെ ഫീസ് 1600 ആണ്. സെയിം കാര്യങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. എലോങ് വിത്ത് നിങ്ങൾക്ക് ബയോളജിക്ക് വരെ മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? മക്കളെ മനസ്സിലായല്ലോ? ഫിസിക്സിനും കെമിസ്ട്രിക്കും നീറ്റിനും കീമിനും ഒരേ ക്ലാസ് ആയിരിക്കും. അപ്പം കീമുകാരെ സംബന്ധിച്ചിടത്തോളം ഒരേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് നീറ്റ് ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റെ ക്വസ്റ്റൻസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി കോമൺ ക്ലാസ് ആയിരിക്കും, മാത്സ് സെപ്പറേറ്റ് ആയിരിക്കും, ബയോളജി സെപ്പറേറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ശരി, ക്ലാസ് എടുക്കാൻ പോകുന്നത് നീറ്റ് ലെവലായിരിക്കും. കീമിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ക്വസ്റ്റൻസ് ആക്ച്വലി വരാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ടഫ് പഠിച്ചാൽ എളുപ്പമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബുക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബുക്കിലും കീമിലെ 12 years കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആയിരിക്കും അതിലുണ്ടാകുന്നത്. സോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കീമിൽ പ്രത്യേകിച്ച്, കാരണം കീമിൽ കുറേ റിപ്പീറ്റഡ് സ്റ്റൈലിൽ ക്വസ്റ്റൻസ് വരാറുണ്ട്. സോ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബുക്ക്. ഈ ബുക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 1600 രൂപയാണ് കോഴ്സിൻ്റെ ഫീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി. നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാമിനറിൻ്റെ ക്രാഷ് കോഴ്സ് അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് തോന്നുകയാണ് അത് കാര്യമുണ്ട്, എന്നിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 75920221 കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എക്സാമിനർ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. കാരണം April 1st നിങ്ങളൊരു March 31st ഒക്കെ ആകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾ ഇടയിൽ വെച്ച് ജോയിൻ ചെയ്താൽ കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മക്കളെ ഒരു ദിവസം 7 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയിൽ വെച്ചിട്ട് April 5th ജോയിൻ ചെയ്ത് അതുവരെയുള്ള ക്ലാസ് എന്ത് ചെയ്യും നിങ്ങൾ, പിന്നെ അവസാനം കാണേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് നിങ്ങളുടെ രീതിയിൽ ആലോചിച്ചിട്ട് നിങ്ങളുടെ പേരൻസിനോട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. അത് എന്താണ് ഡിസിഷൻ എങ്കിലും. ഓക്കെ, ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.